بسم الله الرحمن الرحيم ويوم يحشرهم وما يعبدون من دون الله فيقول أأنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ മതം 1204 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫുർഖാനിലെ 17 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويوم يحشرهم وما يعبدون من دون الله فيقول أنتم أضللتم عبادي هؤلاء أم هم ضلوا السبيل قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. സൂറത്തുൽ ഫുർഖാനിലെ 17 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സത്യവിശ്വാസികൾ അല്ലാഹുവിന്റെ തൃപ്തി ഏറ്റുവാങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലമായി ജന്നത്തുൽ ഖുൽദ് നിത്യതയുടെ ആരാമങ്ങൾ ലഭിക്കുന്നവരായി മാറുന്നു. അതേസമയത്ത് സത്യനിഷേധികൾ പാരത്രിക ലോകത്തെയും മരണാനന്തര ജീവിതത്തെയും ഒക്കെ നിഷേധിച്ചിട്ടുള്ള ആളുകൾ അവര് വെന്തെരിയുന്ന കത്തിയെരിയുന്ന നരകത്തിന്റെ അവകാശികളായി മാറുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം അല്ലാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത്. അദാലിക ഖൈറുൻ അം ജന്നത്തുൽ ഖുൽദില്ലതി വഇദൽ മുത്തഖൂൻ. ഈ സത്യനിഷേധികൾ ഏറ്റുവാങ്ങുന്ന ഈ നരകയാതനയാണോ അതെല്ലാം മുത്തഖികൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള മുത്തഖികൾക്ക് ആയിട്ട് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യതയുടെ സ്വർഗമാണ് ഉത്തമമായത് എന്നാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യം. അവര് ഇച്ഛിക്കുന്നതൊക്കെയും അവർക്ക് അവിടെ ലഭ്യമാണ്. അത് അല്ലാഹു പാലിക്കുന്ന ഒരു കരാറായിട്ട് അവർക്കുള്ള വാഗ്ദാനമായിട്ട് നൽകപ്പെട്ടതുമാണ് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിച്ചത്. അതിനുശേഷം ഈ നിഷേധത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന പാരത്രിക ജീവിതത്തെ തള്ളിക്കളയുന്ന ആളുകൾ അവരെ അല്ലാഹു
അന്ത്യനാളില് ഒരുമിച്ച് കൂട്ടുന്ന ആ സന്ദർഭം വിവരിക്കുകയാണ്. പ്രത്യേകിച്ച് അല്ലാഹു അല്ലാത്ത പലതിനെയും ആരാധ്യന്മാരായി കണ്ടുകൊണ്ട് അവരെ ആരാധനയ്ക്ക് സ്വീകരിച്ചുകൊണ്ട് കഴിയുന്ന ഈ പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്ന ഈ ആളുകൾ, അവരെ അല്ലാഹു അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്ന സമയത്തെ അവസ്ഥ എന്തായിരിക്കും എന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന 17 മുതൽ 19 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു വിവരിക്കുന്നത്. ആ ആയത്തുകൾ നോക്കാം. വയൗമ യഹ്ശുറുഹും, അല്ലാഹു അവരെ മഹ്ശർ ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്ന, ഹശർ ചെയ്ത് ഒരുമിച്ച് കൂട്ടുന്ന ആ നാള്, മഹ്ശറയുടെ നാള്, മഹ്ശറിന്റെ ആ നാള്. വയൗമ യഹ്ശുറുഹും, അവരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടുന്ന ആ ദിവസം. വമാ യഅ്ബുദൂന മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ അവര് ആരാധ്യന്മാരായി സ്വീകരിച്ച സംഗതികളൊക്കെയും അവയെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന നാൾ. ഫയഖൂലു, ആ ഘട്ടത്തില് അള്ളാഹു ഇവരുടെ ആരാധ്യന്മാരോടായിട്ട് ചോദിക്കും, അൻതും അദ്ലൽതും ഇബാദി ഹഉലാ, എന്റെ ഈ അടിയാറുകളെ നിങ്ങളാണോ വഴിപിഴപ്പിച്ചത് എന്ന്. അപ്പൊ ഈ കൂട്ടര് അള്ളാഹു അല്ലാത്ത ആരെയൊക്കെ ആരാധിച്ചിരുന്നു, ആർക്കൊക്കെ ഇബാദത്ത് ചെയ്ത് ആർക്കൊക്കെ വിധേയപ്പെട്ടിട്ടാണോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്, അവരോടൊക്കെ ആയിട്ടാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അൻതും അദ്ലൽതും ഇബാദി ഹഉലാ, എന്റെ ഈ ഇബാദുകളെ, അടിമകളെ, എന്റെ ഈ അടിയാളരെ നിങ്ങളാണോ വഴിപിഴപ്പിച്ചത് എന്ന്. അംഹും ലല്ലു സബീൽ, അതല്ല അവര് സ്വന്തം നിലക്ക് തന്നെ പിഴച്ചു പോവുകയായിരുന്നു എന്നതാണ് അള്ളാഹു അവരോടായിട്ട് ചോദിക്കുന്നത്. അപ്പോ ഈ ആയത്തിന്റെ അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത് ആരോടാണ് എന്ന ഒരു വിഷയമുണ്ടല്ലോ. വമാ യഅ്ബുദൂന വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂൻ, അള്ളാഹു അവരെയും അവര് ആരാധിച്ചുകൊണ്ടിരുന്ന അവരുടെ ആരാധ്യന്മാരെയും ഒരുമിച്ച് കൂട്ടുന്ന നാളിലാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. ഈ ചോദ്യം അഡ്രസ് ചെയ്യുന്നത് ഈ കൂട്ടര് അള്ളാഹുവിന് പുറമെ ആരെയൊക്കെയാണോ ആരാധ്യന്മാരായിട്ട് കണ്ടിരുന്നത്, ആ ആരാധ്യന്മാരെയാണ്, അല്ലെങ്കിൽ അവരുടെ ഇലാഹുകളെയാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ കാര്യം ഉന്നയിക്കപ്പെടുന്നത്. അപ്പൊ ചോദിക്കുന്നത്, നിങ്ങളാണോ ഇവരെ ലലാലത്തിലാക്കിയത് എന്നാണ്. അപ്പോ ഇവരുടെ ആരാധ്യന്മാരായിട്ട് വിഗ്രഹങ്ങളുണ്ട്, ആൾദൈവങ്ങളുണ്ട്, പൂർവികരായ സച്ചരിതരായ ആളുകളുണ്ട്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുണ്ട്, വളരെ സാത്വികരായ നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്ന സദ്വൃത്തരായ ചരിത്രത്തിലെ പല ആളുകളുണ്ട്. ഇവരൊക്കെയാണ് ഈ ആളുകള് അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരായി കൊണ്ടു നടന്നിരുന്നത്. നമ്മുടെ കാലഘട്ടത്തിലും അങ്ങനെയുള്ള സംഗതികൾ നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ പൂർവിക കാലഘട്ടങ്ങളിലെ സദ്വൃത്തരായ ആളുകളെയും അതുപോലെ പല പ്രമുഖരായ ദൈവസാമീപ്യം ജീവിതത്തിലുടനീളം കാണിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന, നിസ്വാർത്ഥരായി ജീവിച്ചിരുന്ന പല ആളുകളെയും അവരോട് അള്ളാഹുവിനോട് തേടേണ്ട വിധത്തില് ഈ ആളുകളെ, അവരിൽ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഒക്കെ ഉണ്ടാവും, അവരോടൊക്കെ തേടിക്കൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് തങ്ങളെ ബന്ധിപ്പിച്ചു തരുന്ന കൂട്ടര് എന്ന നിലക്ക് ഒക്കെ അവർക്ക് ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നമുക്ക് പലതും നേടിത്തരാൻ അവര് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ കൂടിയൊക്കെ അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് തേടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണത മുസ്ലിം സമൂഹത്തിലും നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ അള്ളാഹു ദിവ്യത്വത്തിൽ ഒരാൾക്കും പങ്കാളിത്തം കൊടുത്തിട്ടില്ല, ഒരാളെയും അള്ളാഹു പുത്രനായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതുപോലെ തന്റെ മുൽക്കിൽ ആർക്കെങ്കിലും
ആരെയെങ്കിലും അള്ളാഹു ശരീക്കായിട്ട്, പങ്കാളിയായിട്ട് തന്റെ ആധിപത്യത്തിലോ തന്റെ ദിവ്യത്വത്തിലോ പങ്കാളിത്തം ഉള്ളതായിട്ട് ഒരാളെയും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഈ നിലപാട് സ്വീകരിക്കുന്ന ആളുകളൊക്കെ അവരുടെ ആ സമീപനങ്ങളിൽ ദിവ്യത്വത്തിൽ പങ്കുള്ളവരായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുവിനെ സ്വാധീനിക്കാൻ കഴിയുന്നവര് എന്നുള്ള നിലക്കോ ഒക്കെയാണ് അത്തരം ആളുകളെ മുൻനിർത്തുന്നത്, അവരോട് തേടിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. ജാഹിലിയ കാലത്തെ അറബികൾക്കിടയിൽ ഇതിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഅബയിൽ തന്നെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങളിൽ പലതും പൂർവിക പ്രവാചകന്മാരുമായി ബന്ധമുണ്ടായിരുന്നതോ പൂർവിക പ്രവാചകന്മാരുടേത് തന്നെ ഒക്കെ ആയിരുന്നു. പഴയകാലത്ത് ജീവിച്ചിരുന്ന ഉത്കൃഷ്ടരായ പല മനുഷ്യരും അങ്ങനെ ആരാധിക്കപ്പെടുകയോ അവരോട് തേടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇന്നും ക്രൈസ്തവ സമൂഹത്തിൽ ഈസ അലൈഹി ഇസ്ലാമിനെയും മറിയമിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവരൊക്കെ തന്നെയും മനുഷ്യരാണ്. അവരോട് പ്രാർത്ഥിക്കുകയോ അവരെ ആരാധിക്കുകയോ ചെയ്യുക ഒരിക്കലും തന്നെ പാടില്ലാത്തതാണ്. ആരാധനയും പ്രാർത്ഥനയും ഒക്കെ അള്ളാഹുവിനോട് മാത്രമാണ് പാടുള്ളത് എന്നതാണ് ഇസ്ലാം വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കി തരുന്നതും ഒക്കെ ആയ കാര്യം. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഈസ അലൈഹി ഇസ്ലാമിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, മറിയമ്മിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, പൂർവിക പ്രവാചകന്മാരെ മക്കയിലെ മുശ്രിക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അവരെ ആരാധനക്കായിട്ട് കണ്ടിരുന്നതും അവരുടെ സഹായം തേടിയിരുന്നതുമാണ്. അതുപോലെ പല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്തിരുന്ന സുഹൃതവാന്മാരായ പല പൂർവികരും ആ വിധത്തില് ദിവ്യത്വം കൽപ്പിക്കപ്പെട്ടുകൊണ്ട് ആ സമൂഹം അവരോട് ആ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് എന്നതൊരു വസ്തുതയാണ്. ആ സമൂഹത്തെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ഘട്ടത്തിലാണ് അവര് ആരെയൊക്കെയാണോ ആരാധ്യരായി സ്വീകരിച്ചിരുന്നത്, അത് വ്യക്തികളാണ്, മരിച്ചുപോയതും ജീവിച്ചിരിപ്പുള്ള ഒക്കെ ആയ വ്യക്തികളുണ്ട്, അതല്ലാത്ത വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും പോലെയുള്ളതും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ മഅബൂദായിരുന്ന ആലിഹത്തുകളായി അവര് കണ്ടിരുന്നവരോടാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അൻതും അദ്ലൽതും ഇബാദി ഹഉലാ, എന്റെ ഈ അടിമകളെ, എന്റെ ഈ ഇബാദുകളെ ഈ വിധത്തില് വഴിപിഴപ്പിച്ചത് നിങ്ങളാണോ? അംഹും ലല്ലു സബീൽ, അതല്ല അവര് സ്വന്തം നിലക്ക് തന്നെ വഴിപിഴച്ചു പോയതാണോ എന്നതാണ് ചോദ്യം. നമ്മുടെ കാലഘട്ടത്തില് സ്വയം ആരാധിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അനുയായികളെ കൂടെ കൂട്ടുന്നവരും അവരുടെ ആരാധ്യന്മാരായി മാറുന്നവരൊക്കെ ആയ ആൾ ദൈവങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അവര് ഇത്തരം ആളുകളെ പഴപ്പിക്കുന്നുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ചോദ്യത്തില് വരുന്ന ഇവരെ ആരാധിക്കുന്ന, ഇവര് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾക്ക് പ്രത്യേകമായ സഹായവും പിൻബലവും ഒക്കെ കിട്ടണം എന്ന വിധത്തില് ഇവര് ആരോടൊക്കെ തേടിയിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും തന്നെ ആ ഇനത്തിൽ പെട്ടവരല്ല. കാരണം തുടർന്ന് അവർ പറയുന്ന മറുപടി അത് വ്യക്തമാക്കി തരുന്നുണ്ട്. നമുക്ക് ആ ഭാഗത്തേക്ക് നീങ്ങാം. വയൗമ യഹ്ശുറുഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ല, അള്ളാഹു ഇവരെയും ഇവര് ഇബാദത്ത് ചെയ്ത ഇവരുടെ ആലിഹത്തുകളെയും ഒരുമിച്ച് കൂട്ടുന്ന ആ നാളിൽ ഫയഖൂലു, അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അൻതും അദ്ലൽതും ഇബാദി, നിങ്ങളാണോ ഇബാദി ഹഉലാ, എന്റെ ഈ ദാസന്മാരെ പിഴപ്പിച്ചു കളഞ്ഞത് നിങ്ങളാണോ? അം ഹും ലല്ലു സബീൽ, അതല്ല അവര് സ്വന്തം നിലക്ക് തന്നെ പിഴച്ച വഴിയിലേക്ക് പോവുകയായിരുന്നു എന്നതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഈസ അലൈഹി ഇസ്ലാം, മറിയം റളിയല്ലാഹു അൻഹ പോലെയുള്ള ഈ വിധത്തില് പലരും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ആലിഹത്തുകളാണല്ലോ. അവരൊന്നും തന്നെ അള്ളാഹുവിന്റെ അടിയാറുകളെ, അള്ളാഹുവിന്റെ ഇബാദുകളെ വഴിപഴപ്പിക്കാൻ ഒരു നിലക്കും കാരണമായിട്ടില്ല. അവര് ആ നിലക്ക് യാതൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ടുമില്ല.
അതെല്ലാവർക്കും അറിയുന്ന ഒരു വസ്തുതയാണ്. ഖുർആൻ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അവരൊക്കെ ഉൾപ്പെടുന്ന ഈ മഅബൂദുകൾ ഈ അവരുടെ ആരാധകരോട് ഒപ്പം അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിൽ ഈ ചോദ്യം ഉന്നയിക്കപ്പെടുകയാണല്ലോ. അപ്പൊ ഖാലു, ആരെയൊക്കെയാണോ ഇവര് ഈ ഇബാദുകള് ആരാധ്യന്മാരായി കരുതിയിരുന്നത്, അവര് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: സുബ്ഹാനക, നീ അങ്ങേയറ്റം പരിശുദ്ധിയുള്ളവനാണ് റബ്ബേ. ഈ പറയപ്പെട്ട കാര്യമൊന്നും നീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പോലും പറ്റില്ല. നീ അത്രയും പരിശുദ്ധനാണ്, നീ അത്രയും സമുന്നതനാണ്. നിന്നോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പരാമർശം നടത്താൻ പോലും, ഇത്തരം ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ട് പരാമർശം നടത്തുന്നത് പോലും അചിന്ത്യമായ, ഏറ്റവും അക്രമപരമായ ഒരു കാര്യം തന്നെയാണ്. സുബ്ഹാനക, നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്. മാക്കാന യംബഗി ലനാ അൻ നത്തഖിദ മിൻ ദൂനിക മിൻ ഔലിയാ, നിനക്ക് പുറമെ വേറെ ആരെയെങ്കിലും ഔലിയ ആയിട്ട് സ്വീകരിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും യോജിച്ച ഒരു കാര്യമേ അല്ല. നീ മാത്രമാണ് ഇലാഹ്, നീ മാത്രമാണ് മഅബൂദ്, നീ മാത്രമാണ് റബ്ബ്. ഇത് ആണ് വസ്തുത എന്നിരിക്കെ നീ അല്ലാത്ത മറ്റാരെയെങ്കിലും ഇലാഹായിട്ട് കണ്ടുകൊണ്ട് അവരോട് സഹായം തേടുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് യോജിച്ചതേ അല്ല, ഞങ്ങൾക്ക് ചേരുന്ന ഒരു കാര്യം തന്നെയല്ല. ഞങ്ങൾക്കത് ഒട്ടും അനുയോജ്യമായ കാര്യമേ അല്ല. മാക്കാന എംബഗയിലന, ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വത്തിനോ ഞങ്ങളുടെ സാഹചര്യത്തിനോ പോലും യോജിച്ചതല്ല അത്. അന്നത്തഹിദ മിൻ ദൂനിക, നിനക്ക് പുറമെ മിൻ ഔലിയ, സംരക്ഷകരും സഹായികളുമായിട്ട് ആരെയെങ്കിലും ഒക്കെ സ്വീകരിക്കുക എന്നത് ഞങ്ങൾക്ക് യോജിച്ചതേ അല്ല. ഒരിക്കലും ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വലാക്കിൻ മത്താഴ്ത്തഹും, എന്നാ സംഭവിച്ചത് എന്താണ്? ഞങ്ങള് പലരുടെയും കാര്യത്തില് ഞങ്ങള് അവരുടെ ആലിഹത്തായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വസ്തുത ഇതാണ് എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. വലാക്കിൻ മത്താഴ്ത്തഹും വ ആബാഅഹും, അവർക്കും അവരുടെ പിതാക്കന്മാർക്കും ഒക്കെ അള്ളാഹുവേ നീ ഒരുപാട് വിഭവങ്ങളൊക്കെ നൽകി. അവര് സുഭിക്ഷിതയിലായി, എല്ലാ നിലക്കും അവര് ജീവിത വിഭവങ്ങളൊക്കെ നൽകപ്പെട്ട സുഭിക്ഷതയുടെയും അതുപോലെ തന്നെ ആർഭാടത്തിന്റെയും ഒക്കെ അവസ്ഥയിലായി അവര്. അതുകൊണ്ട് വലാക്കിൻ മത്താഴത്തഹും, നീ അവർക്ക് മത്താഴൊക്കെ ധാരാളം നൽകി, ജീവിത വിഭവങ്ങള് ധാരാളം ചൊരിഞ്ഞു കൊടുത്തു. അബാഅഹും, അവർക്ക് മാത്രമല്ല അവരുടെ പിതാക്കന്മാർക്കും, എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് വലിയ സുഭിക്ഷതയിൽ കഴിഞ്ഞിരുന്ന ആളുകളാണ് അവർ. ഹത്താ നസുദ്ദിഖർ, അതിന്റെ ഫലം എന്താണ്? അവർ ഈ ഉത്ബോധനം പ്രവാചകന്മാര് നടത്തിയിട്ടുള്ള ഈ ഓർമ്മപ്പെടുത്തല് അവര് മറന്നുപോയി, അവരത് വിസ്മരിച്ചു. കാലങ്ങളായിട്ട് എല്ലാ തലമുറകളിലും എല്ലാ സമൂഹങ്ങളിലുമായിട്ട് പ്രവാചകന്മാർ നടത്തിയ അവരെ സമൂഹത്തെ ഉണർത്തുന്ന വിധത്തിലുള്ള ഒരു ഉത്ബോധനമുണ്ട്. ആ ഉത്ബോധനം ഈ കൂട്ടര് വിസ്മരിച്ചു കളഞ്ഞു. ആ വിസ്മരിക്കാനുണ്ടായ കാരണം അവർക്ക് ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടായിരുന്നു. അള്ളാഹു അവർക്ക് വലിയ ജീവിത വിഭവങ്ങള് വളരെ ഉദാരമായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്രമല്ല അവരുടെ മുൻ തലമുറക്കും. അതുകൊണ്ട് തലമുറകളായിട്ട് വലിയ ഐശ്വര്യവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് ഉണ്ടായിരുന്ന അവസ്ഥയിൽ അവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാര് നൽകിയ താക്കീതുകളും ഓർമ്മപ്പെടുത്തലും മുന്നറിയിപ്പും ഒക്കെ വിസ്മരിച്ചു കളഞ്ഞു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ട് അവര് നാശോന്മുഖരായ ഒരു സമൂഹമായി മാറി. നാശം ചോദിച്ചു വാങ്ങുന്ന, വിനാശവും ജീവിതത്തിലുള്ള തകർച്ചയും സമ്പൂർണമായ പരാജയവും ഒക്കെ ചോദിച്ചു വാങ്ങുന്ന, അതിന് അർഹതയുള്ള കൂട്ടരായിട്ട് അവർ മാറി. അള്ളാഹുവിനെ ഓർക്കുന്നവരായില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെയും ഐശ്വര്യങ്ങളെയും ഓർത്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള വിധേയത്വം പ്രഖ്യാപിക്കുകയും അവന് കീഴ്പ്പെടുകയും ചെയ്യുന്ന പ്രകൃതമല്ല അവർ കാണിച്ചത്. മറിച്ച് ഈ ഉത്ബോധനമൊക്കെ മറന്നുപോയി പ്രവാചകന്മാര് പഠിപ്പിച്ച ഈ ഓർമ്മപ്പെടുത്തലായിട്ടുള്ള ദിക്റ് അവര് വിസ്മരിച്ചു. എന്നിട്ട്
എല്ലാ വിധത്തിലുള്ള നാശവും ഏറ്റുവാങ്ങാനുള്ള അർഹതയുള്ളവരായി മാറി. വക്കാനു ഖൗമം ബൂറ. ബൂർ എന്ന് പറഞ്ഞാല് റൂയിനാണ്, നശിക്കുക, നാശം, വിനാശം ഏറ്റുവാങ്ങേണ്ട അതിനുള്ള എല്ലാ അർഹതയുമുള്ള ഒരു സമൂഹമായിട്ട് അവര് മാറി. അള്ളാഹുവിനെ വിസ്മരിച്ച, പ്രവാചകന്മാരുടെ ഉത്ബോധനത്തെ മറന്നു കളഞ്ഞ ആളുകളുടെ പരിണതി, അവര് ശിക്ഷക്ക് അർഹരാകുന്നു, നാശം ഏറ്റുവാങ്ങാൻ അർഹരാകുന്നു എന്നതാണ്. ഫഖദ് കദ്ദബൂക്കും. ഇപ്പൊ ഉണ്ടായിരിക്കുന്ന എന്താണ്? അള്ളാഹു തുടർന്ന് പറയുകയാണത്. ഫഖദ് കദ്ദബൂക്കും ബിമാ തഖൂലൂൻ. കൂട്ടരെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ നിങ്ങളുടെ ആലിഹത്തുകൾ തന്നെ ഇതാ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഈസാ അലൈഹി ഇസ്ലാമിനോട് വിളിച്ചു പ്രാർത്ഥിച്ചു, മറിയമിനെ വിളിച്ചു പ്രാർത്ഥിച്ചു, മറിയമും ഈസായും ഒക്കെ അത് തള്ളിക്കളഞ്ഞിരിക്കുക. അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് ഏകനായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. പക്ഷെ നിങ്ങൾ മറിയമ്മിനെയും അതുപോലെ ഈസാ അലൈഹി ഇസ്ലാമിനെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയാണ് ചെയ്തത്. അതുപോലെ മക്കയിലെ മുശ്രിക്കുകളുടെ കാര്യത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെത് ഉൾപ്പെടെയുള്ള വിഗ്രഹങ്ങളാണ് കഅബയില് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ മഅബൂദുകളായ ആലിഹത്തുകൾ അള്ളാഹു ചോദ്യം ചെയ്യുമ്പോൾ അവരത് ഏറ്റെടുക്കാൻ സന്നദ്ധരാവില്ല. ഞങ്ങൾ ഇവരോട് പറഞ്ഞിട്ടില്ല, നിന്നോടൊപ്പം നിന്റെ ദിവ്യത്വത്തിൽ പങ്കാളികളായിട്ട് ആലിഹത്തുകളാകാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. ഞങ്ങളത് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എന്നല്ല, നീ അവർക്ക് നൽകിയിട്ടുള്ള ഓർമ്മപ്പെടുത്തലുകളെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് നാശം സ്വയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എന്നാണ് ഈ ആലിഹത്തുകളായിട്ട് കണ്ടിരുന്ന കൂട്ടര് അന്ന് പറയുക. അതിനെക്കുറിച്ചാണ് അള്ളാഹു തുറന്ന് പറയുന്നത്. ഫഖദ് കദ്ദബൂക്കും. നിങ്ങളുടെ ആലിഹത്തുകൾ ഉണ്ടല്ലോ, അവരതാ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞു. അവരാരും നിങ്ങളുടെ കൂടെ ഇല്ല. നിങ്ങൾ ജീവിച്ചിരുന്ന കാലത്തൊക്കെ നിങ്ങൾ ഈ ആലിഹത്തുകളെ തലയിലേറ്റി അവരാണ് നിങ്ങളുടെ സഹായത്തിന് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ്. എന്നാൽ ഇപ്പോ അള്ളാഹു അവരെ ചോദ്യം ചെയ്തു. അപ്പോ അവര് പറയുന്നത്, ഞങ്ങൾ ഇതൊന്നും അറിയില്ല, നിന്റെ കൂടെ നിന്നോടൊപ്പം ആലിഹത്തുകളായിട്ട് വരാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയും അർഹതയാണുള്ളത്? നീയാണ് റബ്ബ് ഏറ്റവും പരിശുദ്ധൻ. ഞങ്ങൾ ഇവരോട് ഇങ്ങനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടത് നിനക്ക് ഏകനായ ആരാധ്യനായ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് അവര് ആ ഘട്ടത്തില് പറയുക. അപ്പോ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഫഖദ് കദ്ദബൂക്കും. നിങ്ങളുടെ ആലിഹത്തുകൾ ഇപ്പോ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ സഹായത്തിന് എത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ കൂട്ടര് അതാ നിങ്ങളെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ബിമാ തഖൂലൂന. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അവരതാ നിഷേധിക്കുന്നു. ഫമാ തസ്തതിഊന സർഫം വലാ നസ്റ. ഇനി നിങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഈ വിനാശങ്ങളെയൊന്നും തട്ടിമാറ്റാൻ, തിരിച്ചുവിടാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുപോലെ എന്തെങ്കിലും സഹായം തേടി കണ്ടെത്താനും നിങ്ങൾക്ക് സാധ്യമല്ല. ഒരു സർഫ് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിനാശം, ഒരു ശിക്ഷ, ഒരു ദുരന്തം നിങ്ങളെ തേടി അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറെ എങ്ങോട്ടെങ്കിലും അതിന്റെ ദിശ തിരിച്ചു വിട്ടുകൊണ്ട് നിങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ അത് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം തേടാൻ പറ്റുമോ? അതുമില്ല. ഇപ്പോ നിങ്ങളെ തേടിയെത്തുന്ന ആ വിനാശം അത് ഏറ്റുവാങ്ങാൻ നിങ്ങള് സാഹചര്യമായിരിക്കുകയാണ്. അതിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് യാതൊരു നിലക്കും സാധ്യമല്ല എന്നാണ് അള്ളാഹു അവരോട് പറയുന്നത്. നിങ്ങൾ ആരൊക്കെയാണോ നേരത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്, ആരെയൊക്കെയാണോ ആലിഹത്തായി കണ്ടിരുന്നത്, അവരൊക്കെയും തന്നെ നിങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആരാധ്യന്മാര് ആരാധകരിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അവരംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ഇവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടത് മറിച്ചൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആരാധ്യന്മാര് അവരെ കൈയൊഴിയുന്നത്. അപ്പൊ തുടർന്ന് അള്ളാഹു അവരോട് പറയുന്നത്, ഈ അവസ്ഥയിൽ നിങ്ങളെ തേടി വരുന്ന ദുരന്തത്തെ തട്ടിമാറ്റാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഒന്ന് സർഫ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അതുപോലെ ഒരു നെസ്റു തേടാൻ, സഹായം ആരുടെയെങ്കിലും പക്കൽ നിന്ന് സഹായം സ്വീകരിക്കാനോ കണ്ടെത്താനോ അതും നിങ്ങൾക്ക് സാധ്യമല്ല. വമൻ യദ്ലിം മിൻകും. നിങ്ങളുടെ കൂട്ടത്തില്
ഈ വിധത്തിലുള്ള ദുൽമ ചെയ്ത ആളുകൾ, അക്രമം ചെയ്ത ആളുകൾ, നുദിഖുഹു അദാബൻ കബീറ, തീർച്ചയായിട്ടും ഞാൻ അവരെ അതിഭീകരമായ ശിക്ഷ രുചിപ്പിക്കുക തന്നെ ചെയ്യും, ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ ദുൽമ ചെയ്ത, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ മറ്റു പലരെയും ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ശരീക്കുകളാക്കിയ, പാരത്രിക ജീവിതത്തെ തള്ളിക്കളഞ്ഞ, പ്രവാചകന്മാരുടെ ഓർമ്മപ്പെടുത്തലുകളെ വിസ്മരിച്ചു കളഞ്ഞ ആളുകള് അവർ ചെയ്ത ഈ ദുൽമിന്റെ പേരിൽ തീർച്ചയായിട്ടും അള്ളാഹു അവർക്ക് വളരെ വലിയ ശിക്ഷ തന്നെ നൽകും എന്നാണ് അള്ളാഹു ഒന്നുകൂടി ഇവിടെ ഊന്നി പറയുന്നത്. അപ്പോ ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ പരാമർശിക്കപ്പെട്ട ആരാധ്യന്മാര് വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ അല്ല, മറിച്ച് മനുഷ്യര് അല്ലെങ്കിൽ അവരുടെ ആരാധനാപാത്രങ്ങളായിരുന്ന പൂർവികരായ പ്രവാചകന്മാര്, മലക്കുകള്, അതുപോലെ ജിന്നുകള്, അങ്ങനെയൊക്കെയുള്ള കൂട്ടരായിരുന്നു എന്നത് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. ആ പ്രയോഗത്തില് അചേതന വസ്തുക്കളൊക്കെ ഉൾപ്പെടുന്ന വിധത്തിലാണ് വമായാബുദൂന എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വ്യക്തികളെ മാത്രം സൂചിപ്പിക്കാനാണെങ്കിൽ വമൻ എന്നാണ് വേണ്ടത്. പക്ഷെ ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന ആളുകൾ, അവര് അള്ളാഹു അങ്ങനെ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അവർക്ക് ആദരവ് ആ ഗ്രൗണ്ടിൽ അംഗീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രയോഗമല്ല അത്. അങ്ങനെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിൽ അവർക്ക് ആ വിധത്തിലുള്ള ഒരു ബഹുമാനവും അർഹിക്കുന്നില്ല എന്ന വിധത്തില് അചേതന വസ്തുക്കളെ പരാമർശിക്കുന്ന ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. സമാനമായ കാര്യങ്ങൾ സൂറത്ത് സബയിലും ഒരു സംഭാഷണം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരിടത്ത് സൂറത്തുൽ മാഇദയിലും ഞാൻ ആ രണ്ടായത്തുകളൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. വയൗമ യഹ്ശുറുഹും ജമീഅ, അവരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ തുമ്മ യഖൂലു ലിൽ മലായിക, അപ്പൊ അള്ളാഹു ആ ഘട്ടത്തിൽ മലക്കുകളോടായിട്ട് പറയും, മലക്കുകളോടായിട്ട് ഇങ്ങനെ ചോദ്യം ഉന്നയിക്കും. ആ ഹഉലാഇ ഇയ്യാക്കും കാനൂ യഅ്ബുദൂൻ, ഈ കൂട്ടര് നിങ്ങൾക്കായിരുന്നോ ഇബാദത്ത് ചെയ്തിരുന്നത് എന്നാണ് അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നത്. നരകശിക്ഷക്ക് വിധേയരാകുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു മലക്കുകളോട് ചോദിക്കുക, ഇവര് നിങ്ങൾക്കായിരുന്നോ ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന്. അപ്പോ മലക്കുകൾ പറയുന്ന മറുപടി ഖാലു, അവര് പറയുന്ന മറുപടി ഇങ്ങനെയാണ്, സുബ്ഹാനക, നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്, അൻത വലിയുന മിൻ ദൂനിഹി, ഇവരൊന്നുമല്ല, നീയാണ് ഞങ്ങളുടെ വലിയായിട്ട് രക്ഷകനായിട്ട് ഉള്ളത്. ബൽ കാനൂ യഅ്ബുദൂനൽ ജിന്ന, ഇവര് പക്ഷേ ജിന്നുകളിൽ ചിലരെ ആരാധിക്കുമായിരുന്നു. അക്സറുഹും ബിഹിം യുഅ്മിനൂൻ, ഈ ജിന്നുകളിൽ ചിലരെ, ഇവരിലേറെ പേരും വിശ്വസിച്ചുകൊണ്ട് ആരാധ്യന്മാരായി കണ്ടിരുന്നു എന്നാണ് ആ ഘട്ടത്തില് മലക്കുകൾ വെളിപ്പെടുത്തുക. ഞങ്ങള് ഇവരുടെ ആരാധ്യന്മാരായിരുന്നില്ല, ഞങ്ങൾ ആരാധിക്കാനല്ല, ഞങ്ങളാരും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല, ഞങ്ങൾ അതിന് നിന്ന് കൊടുത്തിട്ടുമില്ല, ജിന്നുകളിൽപ്പെട്ട ചിലരെ ഇവർ ആരാധിക്കാറുണ്ടായിരുന്നു എന്നാണ് മലക്കുകൾ ആ ഘട്ടത്തിൽ വെളിപ്പെടുത്തുന്നത്. അതുപോലെ മറ്റൊരിടത്ത് സൂറത്തുൽ മാഇദയില് വൈദ് ഖാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം, അള്ളാഹു പറയുന്നത് ഈസ അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട്, യാ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ, അൻത ഖുൽത ലിന്നാസി, നീയാണോ ജനങ്ങളോട് ഇങ്ങനെ പറയുകയുണ്ടായത്, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ, എന്നെയും എന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ഇലാഹുകളായിട്ട് സ്വീകരിക്കണം എന്ന് നീ പറയുകയുണ്ടായോ? ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാ എന്ന് ഈസ അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുക, അങ്ങനെ നീ ജനങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഈസ അലൈഹി ഇസ്ലാം പറഞ്ഞത്, സുബ്ഹാനക, അള്ളാഹുവേ നീ അങ്ങേയറ്റം പരിശുദ്ധനാണ്, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, എനിക്ക് പറയാൻ യാതൊരു അവകാശവും അർഹതയും ഇല്ലാത്ത ഒരു കാര്യം പറയാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറയുകയുണ്ടായില്ല, ഇല്ലാമാ അമർത്തനി, നീ എന്നോട് കൽപ്പിച്ച കാര്യമല്ലാതെ, ഇല്ലാമാ അമർത്തനി ബി അനി അബ്ദുല്ലാഹ റബ്ബി വറബ്ബക്കും,
അള്ളാഹുവിനെ, എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നതല്ലാത്ത, അതാണല്ലോ അവരോട് പറയാൻ വേണ്ടി നീ കൽപ്പിച്ചിരുന്നത്, അത് മാത്രമാണ് ഞാൻ അവരോട് പറയുകയുണ്ടായത് എന്നാണ് ആ ഘട്ടത്തിൽ ഈസ അലൈഹി ഇസ്ലാം വെളിപ്പെടുത്തുക. ഈ ആയത്തിന്റെ, നമ്മൾ ഇന്ന് സൂറത്തുൽ ഫുർഖാനില് ചർച്ച ചെയ്തിട്ടുള്ള ഈ ആയത്തുകളുമായി ബന്ധമുള്ള മറ്റ് വിശുദ്ധ ഖുർആനിലെ വേറെ 2 സന്ദർഭങ്ങളിൽ വന്ന ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഒന്നില് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് മലായിക്കത്തുകളാണെങ്കിൽ, രണ്ടാമത്തതില് ഈസ അലൈഹി ഇസ്ലാമിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ വിഷയം കടന്നു വന്നിട്ടുള്ളത് എന്നത് കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിശദാംശങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതായിട്ട് കാണും. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.